പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 262 അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. വിശുദ്ധ അഗസ്റ്റീനോസിന് ശേഷം ഈ ആഴ്ച നമ്മൾ പ്രതിപാദിക്കുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദനത്തെക്കുറിച്ചാണ്. ഓഗസ്റ്റ് 29 നാം വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആചരിക്കുന്നു. ജൂൺ 24 സ്നാപക യോഹന്നാൻ്റെ ജന്മത്തിരുനാളും സഭ ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധരുടെ ഗണത്തിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും മാത്രമാണ് ജനന തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നത്. മറ്റെല്ലാ വിശുദ്ധരുടെയും മരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന തിരുനാളുകളാണ് നാം ആഘോഷിക്കുന്നത്. വിശുദ്ധ സ്നാപക യോഹന്നാൻ കൊല്ലപ്പെടുവാനുള്ള സാഹചര്യങ്ങളെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിക്കുന്നത്. സ്വന്തം സഹോദരന്റെ ഭാര്യയായിരുന്ന ഹെറോദിയായെ അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യായമായി സ്വന്തമാക്കിയത് തെറ്റാണെന്നുള്ള രാജാവിന്റെ മുഖത്തു നോക്കി പറയാനുള്ള ധൈര്യം മിസ്റ്റർ സ്നാപക യോഹന്നാൻ കാണിച്ചു. യോഹന്നാനെ പിടികൂടി തടവിലാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത ഹെറോദിയ ഹെറോദസിലൂടെ അത് നടപ്പിലാക്കുകയും തന്റെ മകളായ സലോമിയിലൂടെ വിശുദ്ധനെ ശിരച്ഛേദം ചെയ്യുവാനുള്ള അവസരം മുതലാക്കുകയും ചെയ്തു. തിരുസഭയിൽ 4-ാം നൂറ്റാണ്ട് മുതൽ യേശുവിന്റെ പാതയൊരുക്കുവാൻ വന്നവന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പതിവ് ആരംഭിച്ചിരുന്നു. വിശുദ്ധന്റെ ശരീരം സമരിയയിലാണ് അടക്കം ചെയ്തിരുന്നത്. 362 വിജാതീയർ വിശുദ്ധന്റെ ശവകുടീരം ആക്രമിക്കുകയും തിരുശേഷിപ്പുകൾ കത്തിച്ച് കളയുകയും ചെയ്തു. അതിൽ കുറച്ചു ഭാഗം മാത്രമേ അവിടുത്തെ സന്യാസിമാർക്ക് സംരക്ഷിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അവ പിന്നീട് അലക്സാണ്ട്രിയയിൽ വിശുദ്ധ അത്തനാസിയുവിന് അയച്ചു കൊടുത്തു. വിശുദ്ധന്റെ ശിരസിനെ നിരവധി സ്ഥലങ്ങളിൽ ആദരിക്കുന്നുണ്ട്. ബ്രെസ്റ്റാറോവിലുള്ള ഡൊമിനിക്കൻ ദേവാലയത്തിലും മറ്റനേകം ദേവാലയങ്ങളിലും വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ശിരസിനെ ആദരിച്ചു വരുന്നു. യേശുവിന് വഴിയൊരുക്കുവാൻ വന്നവൻ യേശുവിന് വേണ്ടി തന്റെ ജീവൻ നൽകി. അവനെ തടവിലാക്കിയവൻ യേശുവിനെ നിരാകരിക്കുന്നതിലല്ലായിരുന്നു അവനോട് ആവശ്യപ്പെടുന്നത്, മറിച്ച് സത്യം പറയാതിരിക്കുവാനാണ്. എന്നാലും അവൻ സത്യം പറയുകയും യേശുവിന് വേണ്ടി മരണം വരിക്കുകയും ചെയ്തു. സത്യത്തിനു വേണ്ടി യോഹന്നാൻ തന്റെ രക്തം ചിന്തിയതിനാൽ അവൻ തീർച്ചയായും യേശുവിന് വേണ്ടിയാണ് മരണം സ്വീകരിച്ചത്. സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച സ്നാപക യോഹന്നാന്റെ ശക്തിയും ഉന്നതിയും മഹത്തായിരുന്നു. സ്വർഗീയ സമാധാനത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവൻ പ്രഘോഷിച്ചത്. എന്നിട്ടും അധർമ്മികൾ അവനെ ചങ്ങലക്കിട്ടു. സത്യത്തിനു വേണ്ടി താൽക്കാലികമായ യാതനകൾ സഹിക്കുക യോഹന്നാനെ പോലെയുള്ള ഒരാൾക്ക് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല, മറിച്ച് അത് എളുപ്പം നിർവഹിക്കാവുന്നതും അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. കാരണം ശാശ്വതമായ ആനന്ദമായിരിക്കും അതിന്റെ പ്രതിഫലം എന്ന് യോഹന്നാനെ അറിയാമായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. കാറ്റിൽ പാറുന്ന പട്ടം പോലെ നമ്മളും ഈ ഭൂമിയിൽ ഒഴുകി നടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന ജീവിതം. ആരും പരസ്പരം മനസ്സിലാക്കാതെ മത്സരിക്കുന്നു. ജീവിതത്തിൽ നമ്മുടെ സമ്പാദ്യമെന്ന് പറയുന്നത് ബന്ധങ്ങളും നല്ല കുറെ സൗഹൃദങ്ങളുമാണ്. വിലമതിക്കാനാവാത്ത ഈ ബന്ധങ്ങളും സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുക. ഏവർക്കും നന്ദി.